അമ്പലത്തിൽ വെച്ചായതുകൊണ്ട് ഭഗവതിക്ക് നേദിക്കാനും ചാർത്താനായിട്ട് പൂവ്, വെറ്റില, ബാക്ക് വെച്ച് കെട്ടിയത്, കരിക്ക്, പഴം, കുങ്കുമം, മഞ്ഞൾ, മുല്ലപ്പൂ ചാർത്താനും ഭക്തർക്ക് ചൂടാനായിട്ട്. പുറത്ത് എട്ടങ്ങാടി നേദിക്കാനായിട്ടുള്ള ഒരുക്കങ്ങൾ എന്ന് പറയുന്നത് വിളക്ക്, അഷ്ടമംഗല്യം, കിണ്ടിയിലെ വെള്ളം, വാൽക്കണ്ണാടി, ദശപുഷ്പം, നേദിക്കാനായി കുറച്ച് തുളസിപ്പൂവും ചെത്തിപ്പൂവും, പിന്നെ എട്ടങ്ങാടി ഉണ്ടാക്കിയത്. പൂത്തിരുവാതിരയുള്ള കുട്ടികൾ വായിക്കല അറപ്പോട് കൂടി വിളക്ക് കത്തിക്കുകയാണ്. നേദിക്കാനായിട്ട് അലക്കിയ തോർത്ത് ഇതേപോലെ ഉത്തിരിയമായിട്ട് ധരിക്കുന്നു. നേദിക്കാനായിട്ടുള്ള പാട്ട് പിന്നീട് ഇത് 3 പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലി കിണ്ടിയിലെ വെള്ളം കൊണ്ട് കൈ നനച്ച് 3 പ്രാവശ്യം ഭഗവതിയുടെ നാമം ചൊല്ലി തുളസിപ്പൂവും ചെത്തിപ്പൂവും വച്ച് നേദിക്കുകയാണ്. നേദിക്കുന്ന സമയം ദശപുഷ്പവും വാൽക്കണ്ണാടിയും കയ്യിൽ നേദിക്കുന്ന കുട്ടികളെ പിടിക്കണം കേട്ടോ. നേദ്യം കഴിഞ്ഞാൽ മംഗല്യാതിര ചൊല്ലി കളിക്കുകയാണ്. ചിലയിടങ്ങളിൽ എട്ടങ്ങാടിയുടേതായ പാട്ടുകൾ ചൊല്ലി കളിക്കുന്നു. പിന്നീട് ഗണപതിയും സരസ്വതിയും തിരുവാതിര പാട്ടുകൾ പാടി കളിച്ചതിന് ശേഷം ഇറ്റിലയും പാക്കും എടുക്കുക, മുല്ലപ്പൂ ചൂട, സിന്ദൂരം തൊട എന്നിവ ചടങ്ങുകൾക്ക് ശേഷം എട്ടങ്ങാടി സേവിച്ച് എട്ടങ്ങാടി അവസാനിക്കുകയാണ്.